പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധമായും ബന്ധുക്കളെ അറിയിക്കണമെന്ന് നിയമമുണ്ട്. അത് പാലിച്ചിട്ടില്ല. ഏറ്റവും വലിയ ദുരൂഹത 8 മണിക്ക് ശവശരീരം തൂങ്ങി നിൽക്കണം കണ്ടു എന്നാണ് പറഞ്ഞത്. 9:40 പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഈ 1 മണിക്കൂർ 40 മിനിറ്റ് എന്തായിരുന്നു പോലീസ് ചെയ്തത്? തൂങ്ങി മരണം കണ്ട ശേഷം ഉണ്ടായ നടപടിക്രമങ്ങൾ മുഴുവനെ വളരെ ദുരൂഹമാണ്. പക്ഷെ ഹൈക്കോടതി പറയണത് ഇതെല്ലാം ഇനിയും പരിശോധിക്കാൻ പുതിയ ടീമിന് കഴിയും. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ മുഖത്തടിച്ച മാതിരിയാണ് പോലീസിന്റെ നടപടി. കുറ്റപത്രം കൊടുക്കാനുള്ള അമിതമായ ധൃതി തന്നെ കാണിക്കണത് എന്തോ ഉയർന്ന നിലവാരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. നമസ്കാരം. അഡ്വക്കേറ്റ് കെ രാംകുമാർ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് കെ രാംകുമാർ. നമുക്ക് എല്ലാവർക്കും അറിയാം, കെ കരുണാകരൻ രാജിവെക്കാനിടയായ രാജൻ കേസ് അത് ഹൈക്കോടതിയിൽ വാദിച്ച് വിജയിച്ചിട്ടുള്ള പ്രമുഖനായ അഭിഭാഷകൻ. അതോടൊപ്പം എസൻസി ലാവ്ലിൻ കേസിൽ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത് CBI അന്വേഷണം കൊണ്ടുവന്നിട്ടുള്ള പ്രമുഖനായ അഭിഭാഷകൻ. അങ്ങനെ എത്ര കേസുകൾ. അദ്ദേഹമാണ് നവീൻ ബാബു കൊലക്കേസിൽ സീനിയർ അഭിഭാഷകനായി പ്രവീൺ ബാബുവിന് വേണ്ടി, അതായത് മഞ്ജുഷയ്ക്ക് വേണ്ടി, ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി CBI അന്വേഷണം വേണ്ട എന്നുള്ള വിധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അഡ്വക്കേറ്റ് കെ രാംകുമാറുമായി നേരിട്ട് സംസാരിച്ചിട്ടുള്ളത്, ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ളത് വീണാമണിയാണ്. നമുക്കറിയാം, വീണാമണിയാണ് ആദ്യമായിട്ട് ഇതൊരു കൊലപാതകമാണെന്നും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലെന്നും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന് വീട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളെ അറിയിച്ചത്. നിർഭാഗ്യമായെന്ന് കരുതട്ടെ, ആ ട്രോമയിൽ അവർക്കിത് ഉൾക്കൊള്ളാൻ കഴിയുമോ ശ്രദ്ധിക്കാനോ കഴിഞ്ഞില്ല. എന്നാൽ വീണാമണി പറഞ്ഞതാണ് സത്യം. അത് തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. കുടുംബം തന്നെ ഈ കാര്യം, വീണാമണി പറഞ്ഞ കാര്യം, നവീൻ ബാബുവിന്റെ മരണം കൊലപാതകമാണെന്ന് അംഗീകരിച്ചുകൊണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ലാമെന്ന് പറഞ്ഞുകൊണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള പോലീസിന് യാതൊരു തരത്തിലുള്ള അംഗീകാരമില്ല, വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയെ സമീപിച്ച് CBI അന്വേഷണത്തിന് വേണ്ടി സമീപിച്ചത്. ഇതിൽ കൃത്യമായി അഡ്വക്കേറ്റ് കെ രാംകുമാർ പറഞ്ഞത് പോലീസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുഖത്തടിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇതൊരു കൊലപാതകമാണ് കൃത്യമായി. എന്നാൽ ഹൈക്കോടതിയിൽ പോലീസ് കാണിച്ചത് കള്ളക്കളിയാണ്, അതേപോലെ കള്ളം പറഞ്ഞുകൊണ്ടാണ് കോടതിയെ വിശ്വസിപ്പിച്ചത് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതിയെ മുഖത്തടിച്ചു എന്ന് പറയുന്ന കെ രാംകുമാറിൻ്റെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. നമുക്ക് അവർ നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗങ്ങൾ കാണാം. ഇൻ്റർവ്യൂ എന്നതിലുപരി അവർ തമ്മിൽ ഒരു ഡിസ്കഷൻ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിനകത്ത് CBI വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോടതി കണ്ടെത്തിയ കാരണങ്ങൾ എന്തൊക്കെയാ സാർ? കോടതി പ്രധാനമായും പറഞ്ഞത് 2-3 IPS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്, CBIയുടെ ആവശ്യമില്ല. പക്ഷെ അതേസമയം ഇത് ആത്മഹത്യയാണ് എന്ന നിഗമനം മുഴുവൻ അംഗീകരിച്ചിട്ടില്ല. മരണകാരണം അന്വേഷിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആ ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം പഴയ നിലപാട് തന്നെ കുറച്ച് ആത്മഹത്യയാണെന്നും പറഞ്ഞ് ചാർജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇതിന്റെ അത് കാണിക്കുന്നത് തന്നെ ഗൂഢാലോചനയാണല്ലോ സാർ. അപ്പോൾ ഇത് ബന്ധുക്കൾ വന്നിട്ട് പിന്നെ ഒപ്പിട്ടിട്ടോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിൻ്റെ അകത്ത് പിന്നെ അവർ ബോഡി പരിശോധിക്കാതെ ദേഹപരിശോധന നടത്തുകയൊന്നും ചെയ്യാതെയല്ലേ പെട്ടെന്ന്, അതായത് അടുത്ത് ഹോസ്പിറ്റലുകൾ ഉണ്ടാവണം എന്ന നിയമം ഉണ്ടായിട്ടും അവിടെ അടുത്തല്ലാണ്ട് ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയതല്ലേ. അങ്ങനെയാണ് ആരോപണം. അങ്ങനെ ആരോപണമില്ല, അങ്ങനെയാണ് വാസ്തവം. അതായത് അങ്ങനെയാണ് ആരോപണം. അപ്പൊ അങ്ങനെ നടന്നപ്പോ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കുറെ ഒത്തിരി ദൂരെയാണ് അതിന്റെ. ഞാൻ ആ നാട്ടുകാരിയാണ്. അപ്പൊ അത്രയും ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ബന്ധുക്കൾ ഒപ്പിട്ടിട്ടില്ല, പോലീസ് നായ വന്നില്ല. തൂങ്ങി മരണം എന്ന് പറഞ്ഞാൽ ചെറിയ നൂല് പോലത്തെ പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങി മരിക്കാനുള്ള ഒരു കാരണവും കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ കോടതി കണ്ടെത്തിയ കാരണങ്ങൾ അത് അറിയേണ്ടിയിട്ടാണ് സാറിന്. കോടതി കണ്ടെത്തിയത് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്, പഴയ ക്രിമിനൽ പ്രൊസീജിയർ കോഡിന് പകരം വന്ന നിയമം അനുസരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് നിർബന്ധമായും ബന്ധുക്കളെ അറിയിക്കണമെന്ന് നിയമമുണ്ട്. അത് പാലിച്ചിട്ടില്ല. താക്കോലിനെ കുറിച്ച്, അതായത് സാറേ അവിടെ താക്കോല് അവിടെ ADM സാറിനെ ഷംസുദ്ദീൻ പറയുന്നത് അവിടെ മുനീശ്വരൻ കോവിൽ ഇറക്കിയെന്നാ. അപ്പോൾ സത്യത്തിൽ അങ്ങനെ ഇറക്കിയിട്ടില്ല. അവിടുത്തെ ക്യാമറകളോ അല്ലെങ്കിൽ പിന്നെ കളക്ടറേറ്റിൽ ADM സാർ താമസിച്ച വീട് അവിടെയൊക്കെ ക്യാമറകളോ അല്ലെങ്കിൽ ഫോൺ കോളുകളോ ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ അതിലൊക്കെ ദുരൂഹത ഉണ്ട്.
ഏറ്റവും വലിയ ദുരൂഹത 8 മണിക്ക് ശവശരീരം തൂങ്ങി നിൽക്കണ കണ്ടു എന്നാണ് പറഞ്ഞത്. 9:40 പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഈ 1 മണിക്കൂർ 40 മിനിറ്റ് എന്തായിരുന്നു പോലീസ് ചെയ്തിരുന്നത്? പിന്നെ രണ്ടാമതെന്ന് വെച്ചാല് അവിടെ ആരും കാണിച്ചില്ല. ഇത്ര ചെറിയൊരു പൊക്കം കുറഞ്ഞ ഒരു പയ്യനെ കൊണ്ട്, എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പയ്യനെ കൊണ്ട്, അത് CPM-ന്റെ ഒരു പയ്യനെ കൊണ്ട് അത് അവനാണ് കണ്ടതെന്ന് തെളിയിച്ചു എന്നല്ലാണ്ട് മറ്റാരും കണ്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്തതിന്റെ വീഡിയോസ് കിട്ടിയില്ല. അതില് തൂങ്ങി മരണം കണ്ട ശേഷം ഉണ്ടായ നടപടിക്രമങ്ങൾ മുഴുവനെ വളരെ ദുരൂഹമാണ്. അതെ സാർ, അതെ. പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വീഡിയോസ് സാറിന് അല്ലെ കോടതിക്ക് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് ഉണ്ടോ? ഇല്ല, വീഡിയോസ് ഇല്ല, കൊടുത്തിട്ടില്ല. അപ്പൊ പോസ്റ്റ്മോർട്ടം ശരിക്കും പറഞ്ഞാലേ അന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായി ഇത് ആത്മഹത്യയല്ല, തൂങ്ങി മരണമല്ല, കൊലപാതകം അന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജ് രഹസ്യാന്വേഷണത്തിൽ ഒരു ഡോക്ടറെ ഏൽപ്പിച്ചപ്പോൾ അവരിത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെയും പോലീസിൻ്റെയും എൻ്റെയും അവിടുത്തെ ഒരു ഡോക്ടറുടെ എല്ലാം കോളുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ കോടതിക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. സ്കളിൽ നമ്മൾ കണ്ടല്ലോ, ഇതൊന്നും പോലീസ് ശരിയായി പരിശോധിച്ചിട്ടില്ല. പക്ഷെ ഹൈക്കോടതി പറയണത് ഇതെല്ലാം ഇനിയും പരിശോധിക്കാൻ പുതിയ ടീമിന് കഴിയും. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. അന്വേഷണമൊന്നുമില്ല, എന്താ ചാർജ് ഷീറ്റ്? സത്യം പറയുകയാണെങ്കിൽ ഹൈക്കോടതിയുടെ മുഖത്തടിച്ച മാതിരിയാണ് പോലീസിന്റെ നടപടി. അതെ സാർ. അതിന് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ ഇവിടെ പ്രശാന്ത്, ദിവ്യ, ADM, കലക്ടർ, ഡോക്ടർ ഷംസുദ്ദീൻ, ഇവരുടെയോ ജയരാജ്, ഇവരുടെ ആരുടെയും ഫോൺ കോളുകൾ ബഹുമാനപ്പെട്ട നീതിപീഠം ഫോൺ കോൾ പരിശോധിച്ചില്ലല്ലോ. അവിടുത്തെ ക്യാമറകളൊന്നും പരിശോധിച്ചിട്ടില്ലല്ലോ. ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ദേഹപരിശോധന നടത്തിയിട്ടില്ലല്ലോ. ഇവരെ ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ. 98,500 രൂപ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ പ്രശാന്തിനെ എന്തുകൊണ്ടാണ് സാറേ ഇനിയും അറസ്റ്റ് ചെയ്യാത്തത്? അതിനെപ്പറ്റി കോടതിക്ക് എന്താ പറയാനുള്ളത്? പ്രശാന്തിന്റെ കാര്യം ഇതിൽ അങ്ങനെ പരാമർശം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം നിലവിലുണ്ട്. മരിച്ചയാളുടെ അനുജൻ കൊടുത്ത പരാതി ഇപ്പോഴും നിലവിലുണ്ട്. കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ല. അതല്ല, ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യസ്ഥരാണല്ലോ പുതിയ. അത് അന്വേഷിക്കേണ്ട എങ്ങനെയാ ചാർജ് ഷീറ്റ് കൊടുത്ത്? കേസ് ഡയറി കോടതി കൊടുത്തിട്ടുണ്ടല്ലേ? കേസ് ഡയറി ഹൈക്കോടതിയിലുണ്ട്. അത് കാണാതെ എങ്ങനെയാ CBI ചാർജ് കുറ്റപത്രം കൊടുത്തു എന്നൊന്ന് മാധ്യമ വാർത്തയുണ്ട്. എങ്ങനെ സാധിക്കണം? അപ്പൊ ഈ കുറ്റപത്രം കൊടുക്കാനുള്ള അമിതമായ ധൃതി എന്നെ കാണിക്കണത് എന്തോ ഉയർന്ന നിലവാരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് സാറേ. പിന്നെ ലാബ് റിപ്പോർട്ടിൽ ആന്തരികവയവം പരിശോധിച്ചതിന്റെയോ അതല്ലെങ്കിൽ പിന്നെ ഭക്ഷണാവശിഷ്ടം ലാബ് കൊണ്ടുപോയി പരിശോധിച്ചതിന്റെ റിപ്പോർട്ട് വെച്ചിട്ടില്ല. പിന്നെ ഈ കേസിൽ തൂങ്ങി മരണമാണെന്ന് ബഹുമാനപ്പെട്ട നീതിപീഠം കണ്ടെത്തിയ ന്യായീകരണങ്ങൾ എന്തെങ്കിലും ഹൈക്കോടതി തൂങ്ങി മരണമാണെന്ന് കണ്ടിട്ടില്ല. ഹൈക്കോടതി പറയണത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള സംഘം മതി, CBI വേണമെന്നില്ല. പക്ഷേ അന്വേഷണമല്ല, അതിന് ചാർജ് ഷീറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇത് ശരിക്കും കൊലപാതകം നടന്നതാണ്. അപ്പൊ സാറിന്റെ വിലയേറിയ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കണ്ണൂർ സ്വദേശിയാണ്. എന്റെ പേര് വീണാമണി എന്നാണ്. ഈ മരണം നടന്നതിന് ശേഷം ഞാൻ ഈ വെളിപ്പെടുത്തൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് നവീൻ ബാബു സാറിന്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വാധീനം മൂലം നവീൻ ബാബു സാറിന്റെ അനിയനെ ഒന്നും ഇടപെടിക്കാൻ വിട്ടില്ല. അവിടെ നമ്മളൊരു മരണപ്പെട്ട മാനസികമായിട്ടൊരു ഷോക്ക് ഉണ്ടാവില്ലേ സാറേ? അപ്പോൾ അവരുടെ കുടുംബത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വിടാതെ അവർ ഈ പാർട്ടീൻ്റെ MV ജയരാജനും അവിടുത്തെ കൂട്ടാളികളും തന്നെ ബോഡി പെട്ടെന്ന് കത്തിച്ചത്. തെളിവ് നശിപ്പിക്കുക എന്നത് അവരുടെ ലക്ഷ്യമായിരുന്നു. അവരത് ചെയ്തു. അപ്പോൾ അനുജൻ അതിന് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അത് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് അന്ന് പറഞ്ഞതായിരുന്നു ബോഡി കത്തിക്കുന്നതിന് മുമ്പ്. അല്ല അങ്ങനെയല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പോ അനുജനെയും തെറ്റിദ്ധരിപ്പിച്ചില്ലേ പാർട്ടി? നമ്മളിപ്പോ രണ്ടാള് ഈ കണ്ണൂർ ലോബിയാന്ന് പറഞ്ഞാല് വിശദാംശങ്ങളെ കുറിച്ച് ഞാൻ അഭിപ്രായം അതെ സാർ, അല്ല പാവം മനുഷ്യനായിരുന്നു അവർ രണ്ടുപേരും. അതെ, അങ്ങനെ തന്നെയാണ്. ഇതിനകത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ പേര് ചേർത്താൽ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് CBI വരാൻ. ഞാൻ മനസ്സിലാക്കുന്നത് കുടുംബം സുപ്രീം കോടതി പോകാൻ ആലോചിക്കുന്നു എന്നാണ്. അതെ, ഇതിനകത്ത് പേര് പരാമർശിച്ച് കലക്ടറുടെ പങ്ക് പരാമർശിച്ചു, ഷംസുദ്ദീൻ എന്ന ഡ്രൈവറുടെ പങ്ക് പറഞ്ഞിട്ടില്ല. അയാള് വിവരം കൊടുത്തതും അയാളെ കുറിച്ച് പരാമർശം. പിന്നെ ദിവ്യയുടെ ഭർത്താവിന്റെ പങ്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ.
ഇതിനകത്ത് ഇപ്പൊ ഇവര് ഒളിച്ചു വെച്ചിരിക്കുന്ന 5 ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അപ്പൊ ആ 5 ഡോക്ടറുടെ, അതായത് ഡോക്ടർ എന്ന അയാള് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ കോടതിയെയും ജനങ്ങളെ പറ്റിക്കുകയല്ലേ ചെയ്തത്. അപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുമ്പോ അതിൽ നിന്ന് തന്നെ മരണത്തിന്റെ കൊലപാതകം ഇതെല്ലാം ദുരൂഹത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെ സാർ, അതെ. ഇനി ഇതിന്റെ അകത്ത് എന്തെങ്കിലും സാറിന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയല്ലേ? അതല്ല, ഞാൻ നടത്തിയ കേസിനെ കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നത് ഭംഗിയേടാണ്. പക്ഷെ ഇതൊരു പൊതുവിഷയമായതുകൊണ്ട് ഇതിപ്പോ അവരുടെ കുടുംബത്തിന്റെ അല്ല, നമുക്കെല്ലാവർക്കും അധികാരം. മരണപ്പെട്ടത് സമൂഹത്തിന് വേണ്ടി നല്ല പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയല്ല. അപ്പൊ അവരെ നിർഭാഗ്യകരമായ ഒരു മരണം. അതെ, കൊന്നതാണ് സാർ, അതാണ്.